സ്വിറ്റ്സർലൻഡിലെ സീറോ മലബാർ സഭ മുഴുവനും സമൂഹം മുഴുവനും വലിയ സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ ഈ സ്വിറ്റ്സർലൻഡ് കേന്ദ്രമാക്കിയിട്ട് 34 പേര് ദൈവശാസ്ത്രം ഉന്നത വിജയം കരസ്ഥമാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നത് പോലെ ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ഈ അവസരത്തിൽ ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്ന സഭയുടെ നാമത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇവിടുത്തെ യൂറോപ്പിൻ്റെ സിസ്റ്റോറിസിറ്റി നിലയ്ക്ക് അഭിമാനവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ഈ സീറോ മലബാർ സഭാ സമൂഹത്തെ മുഴുവനും നമ്മുടെ മനസ്സിൽ ഓർക്കാം. ഒപ്പം തന്നെ ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ നമ്മളെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഇവിടുത്തെ ലത്തീൻ രൂപതകളെയും ഇവിടുത്തെ മിത്രാന്മാരെയും ഒക്കെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ കോൺവെക്കേഷൻ സെറമണിക്കായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏറെ യാത്ര നടത്തി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പമ്പ്ലാനി പിതാവിന് നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡിഗ്രി കിട്ടാനുള്ള കാരണക്കാര് മനസ്സിലായോ? അപ്പോൾ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞു. അപ്പം അതിന് സാധ്യമാക്കിയത് ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയാണ്. അപ്പം അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയുന്നതോടൊപ്പം ആ സ്ഥാപനം കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കണം. പിതാവിനും അതിന് ബലം കിട്ടേണ്ടതുണ്ട്. വളരെ നന്നായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കൂടുതൽ അനുഗ്രഹീതപ്രദമാകാനായിട്ട് ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ഫോർ ദ ഹോൾ വേൾഡ്, എസ്പെഷ്യലി ഫോർ ദ സീറോ മലബാർ ചർച്ച് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ അതിൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ കടന്നു വന്നിരിക്കുന്ന കവിയരച്ചനാണ് ഇപ്പോൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതേപോലെ ബാച്ചുകാരാണ്. ഇൻസ്ബ്രുക്കിൽ പഠിച്ച് ദൈവശാസ്ത്രം പഠിച്ച് പിന്നെ റോമ ജർമ്മനിയിലൊക്കെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ പുതിയ താലയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഈ വിശുദ്ധ ബലി കർത്താവിന് സമർപ്പിക്കാം.
അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരന്റെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 7, 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്ഞാനത്തിന്റെ മഹത്വം. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്നും മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയേക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തിൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനിയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. സ്തുതിയുണ്ടാകട്ടെ
ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 3 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ വീണ്ടും ആത്മപ്രശംസ ചെയ്യുകയാണോ? മറ്റു ചിലർക്ക് എന്നതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ പേർക്കോ നിങ്ങളിൽ നിന്നും ശുപാർശ കത്തുകൾ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതും സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമായ ഞങ്ങളുടെ ശുപാർശ കത്ത് നിങ്ങൾ തന്നെയാണ്. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ്. ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമാണ്.
ദൈവത്തിൻ്റെ നാട്ടിലുള്ളവരായ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം കഴിയും. അതാണ് ദൈവശാസ്ത്രം പഠിക്കാനുള്ള അവസരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൈവശാസ്ത്ര കോഴ്സ് ആരംഭിക്കുന്നതിനെ കുറിച്ച് അതൊരു പരിശുദ്ധാത്മ നിയോഗമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം ഞാൻ യുഎയിലാണ് പഠിച്ചത്, ബെൽജിയത്തിൽ. പഠനം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അന്നത്തെ പിതാവ് എന്നോട് പറഞ്ഞു, എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ അൽമായനെയും കൂടി നമുക്ക് കുറെ കൂടി ദൈവ സഭയോട് ചേർത്ത് നടത്താം, അവരെ ദൈവശാസ്ത്രം പഠിപ്പിക്കും. ഞാൻ പറഞ്ഞ അൽമായയിൽ സെമിനാരിൽ പോലും ദൈവശാസ്ത്രം പഠിക്കാൻ താല്പര്യമില്ല, പിന്നെ അൽമായത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇതായിരുന്നു ആശങ്ക. അച്ഛനൊന്ന് ആലോചിച്ചു, എന്തെങ്കിലും വഴിയാണ് കുറച്ച് പേര് അവിടെ നോക്കാം എന്നൊക്കെ പിതാവ് പറഞ്ഞു. ഒരു 5-6 മാസം നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു, ഞാൻ വേറെ എന്തെങ്കിലും സ്ഥലത്തേക്ക് മാറ്റം തരാം എന്ന് ഈ നിയോഗം ലഭിച്ചു. ഇതെങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു പിടിയില്ലാതിരിക്കവേ അന്നേരം ശാലോവിനെ വിളിച്ചു. അച്ഛൻ വന്ന് കുറച്ച് വചനപ്രഘോഷണം റെക്കോർഡ് ചെയ്തു. പണിയൊന്നുമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഞാൻ ചേർന്ന് 5-6 എപ്പിസോഡുകൾ ഈ വചനം തിരുവനന്തപുരം ആ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞ് ബെന്നിസാർ എൻ്റെ എം ഡി ആയിരുന്നു, ബെന്നിസാറിനെ വിളിച്ചു. അച്ഛൻ ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വെളിപാട് കിട്ടി. ഈ വെളിപാടുകളിൽ വലിയ വിശ്വാസമില്ലാത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 2 കൊല്ലം മുമ്പേ ഞാൻ കിട്ടിയൊരു സന്ദേശമാണ്. ശാലോമിയുടെ തലശ്ശേരി എന്നുള്ളൊരു അച്ഛൻ ദൈവശാസ്ത്രം പഠിപ്പിക്കുമെന്ന്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ അതിൽ പങ്കുചേരുന്നു. ഇതെങ്ങനെ നടപ്പിലാകണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പാടില്ല, പക്ഷേ വീണ്ടും ഈ സന്ദേശം ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചു. അവിടെ തലശ്ശേരിയിൽ നിന്ന് അച്ഛൻ വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പിതാവിൻ്റെ ഈ പണി ഇങ്ങനെ ജോലി ചെയ്യാൻ എന്നെ ലഭിച്ചിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമായിരുന്നു, നമുക്കൊന്ന് ഒരുമിച്ച് പരിശ്രമിക്കാം. അങ്ങനെയാണ് ശാലോമിലൂടെ ആദ്യമായി ഈ ദൈവശാസ്ത്ര പഠനം ആരംഭിക്കുന്നത്, തിയോളജിയ എന്ന പേര്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ സെമിനാരിയിൽ 5 സെമിനാരികൾ പഠിപ്പിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ സെമിനാരികൾ പഠിപ്പിക്കുമ്പോൾ ഈ സെമിനാരിലേക്ക് ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നീട് പോകണം, പിന്നെ പോകണം, അങ്ങനെയൊക്കെയാണ് ദൈവശാസ്ത്രം പഠിക്കുന്നത്. പക്ഷേ ഈ അൽമായനെ ദൈവശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് മനസ്സിലായി, അൽമായർക്ക് ഈ ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കാൻ വലിയ താല്പര്യമുണ്ട്, ഉത്സാഹമുണ്ട്. പഠിക്കുന്നതോടും കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്ന് തോന്നുന്നു. അതൊരു ഡിപ്ലോമ കോഴ്സാണ് തുടങ്ങുന്നത്. പിന്നെ അവരാണ് ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ നമ്മൾ നിർത്തരുത്, ഞങ്ങൾക്ക് ഒരു ഡിഗ്രി പഠിക്കണം, പിന്നീട് ഒരു PG പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ നിങ്ങൾ ആവശ്യപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് പോലെയാണ് ദൈവശാസ്ത്ര കോഴ്സുകൾ രൂപപ്പെടുന്നത്. വാസ്തവത്തിൽ ഇതിന്റെ ആത്യന്തികമായ അർത്ഥം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ ദൈവം അതിനുള്ള വഴികളും തെളിച്ചു തരും എന്നുള്ളതാണ്. ദൈവികമായ ജ്ഞാനം ദൈവം മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവാണ്. വാസ്തവത്തിൽ ദൈവശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിൽ കുറെ പുസ്തകം വായിച്ച് പഠിക്കുക, സഭയുടെ ചരിത്രം പഠിക്കുക, അങ്ങനെ ഒരു പഠിത്തമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്.
നാം ഇതുവരെ ജീവിച്ച ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം, അതിന്റെ ശരിയായ തീഷ്ണതയിൽ നമുക്ക് മനസ്സിലാവും. നാം സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ അർത്ഥം, നാം അംഗമായിരിക്കുന്ന ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ തിരുസഭയിൽ ആയിരിക്കുന്നതിന്റെ മഹത്വം, അതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ പഠനത്തിലൂടെ വെളിപ്പെടുത്തി തരും. എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ കോഴ്സ് പഠിച്ചതിലെല്ലാം തിരുസഭയെ കൂടുതലായി സ്നേഹിക്കാൻ തുടങ്ങിയത്. നിങ്ങളെ അനുഭവിക്കാൻ പോകാം, സഭയോട് കൂടുതൽ സ്നേഹം തോന്നിയോ നിങ്ങൾ പഠിച്ചിട്ട്? അതായത് നമ്മുടെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനായിരുന്ന കാർഡിനൽ യൂജിൻ ടിസറാൻ, അദ്ദേഹമാണ് പരിശീലന സ്ഥാപിച്ചത്. ഈ ടിസറാൻ തിരുമേനി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, I love your church because I know your history. അതായത് നമ്മുടെ സഭയുടെ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ സഭയെ സ്നേഹിക്കുന്നത്. എന്താണ് നമ്മുടെ സഭയുടെ ചരിത്രം? തോമസ് ലീഹ സ്ഥാപിച്ച ഈ സഭ, അതിന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നു പോകാൻ 1000 കാരണമുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റെന്തിനേക്കാളും വലുത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് റോമിലെ മാർപ്പാപ്പയാണ് ഈശോ മിശിഹ സ്ഥാപിച്ച സഭയുടെ യഥാർത്ഥ തലവനെന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചു. പല കാലങ്ങളിൽ പലരും ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു. പക്ഷേ ഈ സീറോ മലബാർ വിശ്വാസികൾ എന്ത് ചെയ്തു? വിശ്വസ്തയോടെ ഈ സഭയോട് ചേർന്നു. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളും കുർബാന പുസ്തകങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞ സാഹചര്യം, നമ്മുടെ കുർബാന കുർബാനകൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് നിരോധനം വരുന്നത്. നമ്മളൊരു സഭയായി ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ പൂർവികന്മാര് ഈ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് അണുപോലും മാറി നടന്നു. അതാണ് കാരണം ടിസറാൻ പറഞ്ഞത്, I love your church because I know your history. അതായത് നമ്മൾ നമ്മുടെ സഭയെ പഠിക്കുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ സഭയെ പോലെ പ്രിയപ്പെട്ടവര് നമ്മൾ മാത്രമേ ഉള്ളൂ. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 2026 ആണ്ട് വരെ വിശ്വസ്തയോടെ തിരുസഭയുടെ കൂട്ടായ്മയിൽ നിലനിന്നവർ എന്ന് അവകാശപ്പെടാവുന്ന അപൂർവം സഭാവിഭാഗങ്ങളുണ്ട്. അല്ല, വിശ്വാസികളുടെ ഗണങ്ങളിൽ അതിലൊന്നാണ് നമ്മുടെ സഭ. അതാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൽ തിരുസഭാ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ്. അപ്പൊ നമുക്ക് നമ്മുടെ സഭയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ, സ്നേഹിക്കാൻ ഇല്ലേ? സീറോ മലബാർ ഒരു ആത്മാഭിമാനം എടുത്തു ഇല്ലേ? ഇതെന്നാ സഭയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ once you know the history of our church, നിങ്ങൾക്ക് ഈ സഭയെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റാതെ നമ്മുടെ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ലോകത്തിലെ ആദ്യത്തെ ആരാധനാക്രമമാണ് ഈ അദ്ദായി മാറിയ ആരാധന. ഈ അദ്ദായി എന്ന് പറയുന്നത് നമ്മുടെ യേശുമിശിഹായുടെ 72 ശിഷ്യന്മാരോടാണ്. തോമാസ് ലീഹായുടെ കൂടെ നടന്നയാളാണ് അദ്ദായി. ഈ 2 പേരെ യേശു അയച്ചിട്ടുണ്ട്. അതിനാൽ തോമാസ് ലീഹായുടെ കൂടെ പോയതാണ് അദ്ദായി. തോമാസ് ലീഹായിൽ നിന്ന് കേട്ട ആരാധനാ പാരമ്പര്യം ലിഖിത രൂപത്തിൽ നിങ്ങൾ സഭയുടെ ആരാധനാക്രമ ചരിത്രം പഠിക്കുമ്പോൾ അത്ഭുതപ്പെടും. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന. ഇത് ഞാൻ പറഞ്ഞതല്ല, ഓക്സ്ഫോർഡിൽ നിന്നുള്ള പണ്ഡിതന്മാർ, ഞാൻ യുഎയിൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന കാലത്ത് ഈസ്റ്റ് സിറിയൻ ലിറ്റർജിയിലെ യുണീക്നെസ്സിനെ കുറിച്ച് ഒരു എക്സ്റ്റൻഷൻ ലെക്ചർ നടത്താൻ
മനസ്സിലായത്. അതായത് വെളിപാട് പുസ്തകത്തിൽ സ്വർഗീയ ദർശനത്തെ കുറിച്ച് യോഹന്നാൻ സ്ലീഹ പറഞ്ഞു. ആ വെളിപാട് ദർശനത്തില് സ്വർഗം തുറക്കപ്പെടുമ്പോൾ കാണുന്നതാണ് എല്ലാവരും മുമ്പിട്ട് ഉണരുന്നു. സർവാധിപനായ കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. മാലാഖമാർ ഇരുവശത്തും പരിശുദ്ധൻ പരിശുദ്ധൻ പാടും. കുറച്ച് കഴിയുമ്പോൾ ദൂതന്മാർ ഓരോരുത്തരായി മുന്നിലേക്ക് വരുന്ന തുകൽ ചുരുകളുകൾ നികത്തി ദൈവത്തിന്റെ വചനം പാടും. ഓശാന ഗീതം പാടും. കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ തിരുശരീരവും തിരുരക്തവും കൊടുക്കും. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഈ സ്വർഗീയ ദർശനം അതേപടി ഇവിടെ നിൽക്കുന്നതാണ്. നമ്മുടെ കുർബാനക്രമത്തിൽ അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിത് പഠിക്കുന്തോറും നമുക്ക് മനസ്സിലാകും നമ്മുടെ വിശുദ്ധ കുർബാന ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇന്നിപ്പോ ആരാധനാക്രമ പണ്ഡിതന്മാരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഈസ്റ്റ് സിറിയൻ ലിറ്റർജി എന്ന് പറയുന്നതാണ് ആരാധനാക്രമത്തിന്റെ മാതാവായ ലിറ്റർജി. വാസ്തവത്തിൽ നമ്മളിത് പഠിക്കുന്തോറും നമുക്ക് ഇഷ്ടപ്പെടും. ഇത് പഠിക്കാതെ ബോറിങ്ങാണ്. എത്ര നേരമാണ് പരിശുദ്ധ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ തിരുനാമത്തിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കും. ഇപ്പോഴും എപ്പോഴും എന്തു ഭാഷയാണ് എന്നൊക്കെയാണ് ചോദിക്കാറ്. ഇങ്ങനെ ആവർത്തിച്ച് എന്തിനെ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഹീബ്രു ശൈലിയിൽ വാദങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം തെളിയിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് ആവർത്തിച്ച് പറഞ്ഞു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് ചിന്താഗതിക്കാർ പറയും ദൈവമുണ്ട്. അതിന് പല പല കാരണങ്ങളുണ്ട്. യൂതന്മാരോട് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ദൈവമുണ്ടെന്നുള്ളതിന് ഒരു തെളിവും പറയും. ബൈബിൾ അതിന് തെളിവ് പറയുന്നത് എന്താണ്? കാറ്റേ കടലെ ദൈവത്തെ സ്തുതിക്കും, കാട്ടാറുകളെ വനമേഘങ്ങളെ ദൈവത്തെ സ്തുതിക്കും, വന്യമൃഗങ്ങളെ നാൽക്കാലികളെ ഇഴജന്തുക്കളെ ദൈവത്തെ സ്തുതിക്കും. ഇങ്ങനെ ഒരു 100 തവണ സ്തുതിച്ചു കഴിയുമ്പോൾ ദൈവം പോകും. എന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. യഹൂദ ചിന്താഗതികൾ ഒരു 100 തവണ ദൈവത്തെ സ്തുതിക്കും. ഈ ആവർത്തനം അത് വിരസതയല്ല, അതൊരു യുക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ആരാധനാക്രമത്തെ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഹൂദരുടെ സിനഗോഗ് ആരാധനയാണ് നമ്മുടെ ഈ വചനവേദിയിൽ വെച്ച് നടക്കുന്ന ഈ പ്രാർത്ഥന. സിനഗോഗിൽ എന്തെല്ലാം ചെയ്തു അതെല്ലാം ഈ വചനവേദിയിൽ നമ്മൾ ചെയ്യും. ജെറുസലേം ദേവാലയത്തിൽ അർപ്പിച്ച ബലിയാണ് നമ്മുടെ ആരാധന. സിനഗോഗും ദേവാലയവും ഒന്നുചേർന്നതാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഘടകം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഈ ദൈവശാസ്ത്രം പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. മലയാളികളാണ് ഇവിടെ ചെന്ന് നിങ്ങളുടെ അടുത്ത തലമുറ ഈ സ്വഭാവത്തിൽ കുറേയൊക്കെ വേണം. നമ്മൾ ഈ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദോഷം മാത്രമേ കാണൂ, നന്മയൊന്നും പറയാൻ നമുക്ക് അറിയാതെ നമ്മുടെ ഒരു പ്രശ്നമാണ്. അല്ലേ? നല്ലൊരു കാര്യം വെച്ചാൽ ഭർത്താവിനെ കൊടുത്താൽ ഹൃദയത്തിനോട് ചുമ്മായി ഹൃദയം എഴുന്നേറ്റ് ഒരു ദിവസം ഉപ്പൊഴിക്കാതെ കൊടുത്താലോ എന്ത് സംഭവിക്കും? നീ എവിടെ കറിക്കാതെ ഉപ്പ് അത് ഇത്രയും നാൾ നന്നായി ഉണ്ടാക്കിയപ്പോൾ ആരും ഇല്ലാതെ എന്ത് ചെയ്യും? അതിന് മലയാളികൾ പറയുന്ന ന്യായമാണ്, ഓ നല്ലതൊക്കെ പറയാനുണ്ട്, ദോഷമൊക്കെ പറയുന്നത്. ഇതാണ് നമ്മൾ മലയാളികളുടെ പ്രശ്നം. നമ്മൾ ഈ ദോഷമേ പറയുന്നു, നല്ലതൊന്നും എടുത്ത് പറയും. പക്ഷേ ഇന്ന് ജ്ഞാനത്തെ കുറിച്ചുള്ള പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു. ജ്ഞാനം നന്മ കാണാൻ നമ്മളെ ശക്തരാണ്. ഇല്ലേ? നമുക്ക് ഈ ദൈവിക ജ്ഞാനം വരുമ്പോഴുള്ളൊരു മാറ്റമാണ് നമ്മൾ മറ്റുള്ളവരുടെ നന്മയെ കാണുക. ദോഷം നമ്മൾ കാണാതെ ബോധപൂർവ്വം എല്ലാവർക്കും കുറവുകളും എനിക്ക് കുറവുകളും നിങ്ങൾക്ക് കുറവുകളും നമുക്കെല്ലാം
മാനുഷികമായ കുറവ്. നമ്മൾ ഈ ദൈവിക ജ്ഞാനം ഇല്ലെങ്കിൽ കാണുന്നത് നമുക്ക് കുറവ് മാത്രം. ദൈവിക ജ്ഞാനം വന്നു കഴിയുമ്പോൾ നമ്മളൊരാളുടെ നന്മ മാത്രം കാണാൻ ബോധപൂർവ്വം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഈ ദൈവശാസ്ത്രം നിങ്ങൾ ശരിക്കും പഠിച്ചോ ഇല്ലയോ എന്നറിയാൻ സിസ്റ്റേഴ്സിനുള്ള ഒരു ഹോംവർക്ക് ഇതാണ്. കൂടുതലുള്ള സിസ്റ്റേഴ്സിന് ഒരു ദോഷവും നമുക്ക് തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ വല്ലായ്മ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലെ ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചും കുറ്റം പറയാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവശാസ്ത്രത്തിനായി കഴിയുമെന്നാണ്. ഇനി ആ സ്വഭാവം വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പഠനം പൂർത്തിയായിട്ടില്ല. നിങ്ങൾ അടുത്ത കോഴ്സുകൾ ചേർന്ന് കൂടുതൽ പഠിപ്പിച്ചു. കാരണം നമ്മൾ വേറെ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് പോലെയല്ല. ഈ ദൈവീക ജ്ഞാനമാണ്. അത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയാൽ നയിക്കപ്പെടുന്ന അനുഭവമാണ്. ദൈവ സൃഷ്ടികരണം നടത്തുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ ദൈവം സൃഷ്ടി നടത്തുമ്പോൾ ദൈവം ആദ്യം ആകാശവും സൃഷ്ടിച്ചു ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ഒന്നാം ദിവസം ദൈവം പ്രകാശം സൃഷ്ടിച്ചു. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. ഇങ്ങനെ ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നു. ആ വിവരണം അവസാനിപ്പിക്കുന്നതിനാണ് എല്ലാം നല്ലതാണെന്ന് ദൈവം. അതാണ് ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാം നല്ലതാണ് ദൈവം. ഈ സൃഷ്ടി നടത്തിയ പലതിനെയും കണ്ടാൽ നല്ലതാണെന്ന് നമുക്ക് തോന്നി. കുട്ടികാലം ഒച്ച, അച്ചിൽ, പാറ്റ, പഴുതാരം എന്തെല്ലാം മരുന്ന് ജീവികളുണ്ട്. നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന ജീവികൾ. പക്ഷെ ദൈവം നോക്കിയിട്ടുള്ളത് എല്ലാം നല്ലതാണ്. എല്ലാറ്റിലും ഏതിലും നന്മ കാണാൻ കഴിയുന്നതാണ് ശരിക്കും എന്ന് ദൈവിക ജ്ഞാനം. ആ ദൈവിക ജ്ഞാനം ഈശോ പറഞ്ഞത്, ഞാൻ പോയി സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായി മനസ്സിലാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അറിവും കഴിവും അനുഭവജ്ഞാനവും ഉള്ളത്. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ? അതാണ് അടിസ്ഥാനപരമായ വിഷയം. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. നിങ്ങൾ അന്മാരും സമർപ്പിതരും വൈദികരും ഞങ്ങൾ മെത്രാന്മാരും എല്ലാം പലപ്പോഴും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വർത്തമാനങ്ങൾ മാറുന്നു, നമ്മുടെ തീരുമാനങ്ങൾ തെറ്റുന്നു, നമ്മുടെ നിലപാടുകൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാതായിരുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെതാണ് ഈ സഭ. നമ്മളാരുമല്ല സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചത്. തിരുസഭ ഈശോമിശിഹ ജീവൻ അർപ്പിച്ച് സ്ഥാപിച്ചതും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്. ആ പരിശുദ്ധാത്മാവിനെ അറിയുന്ന അനുഭവിക്കുന്ന വേദിയാണ് ദൈവശാസ്ത്രം. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഉദാശകളിലൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നാം അറിയുന്നതും മനസ്സിലാക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതും ശരിയായ ദൈവശാസ്ത്ര പഠനത്തിലൂടെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് കാരണം ഈ ദൈവശാസ്ത്രത്തിൽ നിങ്ങൾ പഠിച്ചത് 1-ാം ക്ലാസ്സിലുള്ള വേദപാഠം പഠിച്ച ആ നിത്യസത്യങ്ങളുടെ വിശദീകരണം മാത്രമാണ്. PTH-ലെത്തിയത് എന്നാൽ ദൈവശാസ്ത്രത്തിൽ ദൈവത്തിൽ 3 ആളുണ്ടെന്ന് അഞ്ചുപേരെ പറഞ്ഞു. ഒരു വെറൈറ്റിക്ക് വേണ്ടി 4 ആളുകളെന്ന് പറയുന്നു. എല്ലാം ഒരേ കാര്യം. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് ജനിച്ചു. എല്ലാം പഴയ കാര്യങ്ങൾ. പക്ഷേ അവയുടെ അന്തരാർത്ഥം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈശോ പറഞ്ഞു, അവനെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും.
സത്യം അത് എത്രമേൽ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ സത്യത്തിന്റെ പക്ഷത്തുണ്ട്. ഇന്ന് രാവിലെ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തൈലച്ചൻ ഞങ്ങളോട് ഈ സ്വിറ്റ്സർലൻഡുകാരെ കണ്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യം. ഒന്ന്, അവരെല്ലാം വൃത്തി മെനയാക്കി ഒരു കാര്യം വൃത്തികേടാക്കി. രണ്ട്, അവർ സത്യസന്ധരാണ്. അതായത് ഈ സത്യസന്ധത എന്ന് പറയുന്നത് അതൊരു സുവിശേഷം. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ചവര് സത്യത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ എറണാകുളം അംഗമാലയുടെ മതബോധന ദിനത്തിന്റെ ഉദ്ഘാടനം അത് പ്രസംഗം പറഞ്ഞ ടീച്ചർ പറഞ്ഞ വളരെ ഇഷ്ടം. ആ ടീച്ചർ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈശോമിശിഹായെ നോക്കി, ഈശോ എത്ര വൃത്തിയായിട്ടാണ് മുടി ജീവിച്ചത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈശോയെ പോലെ വൃത്തിയായി മുടി ജീവിച്ച് സ്കൂളിൽ പോകും. ഈശോയുടെ മുഖത്തേക്ക് ഈശോയുടെ ചിരി നല്ല വെളുത്ത പല്ല ഈശോ. അതിൻ്റെ അർത്ഥം ഈശോ എല്ലാ ദിവസവും പല്ല് തേക്കുന്നത്. നിങ്ങളും ഈശോയെ പോലെ പല്ല് തേച്ച് വൃത്തിയായി നടക്കും. ഈ ടീച്ചർ ഇങ്ങനെ ഒരു 4-5 കാര്യങ്ങൾ ഈശോ നമ്മളാരും ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. ഈശോ പല്ല് തേച്ചോ ഇതുവരെ നമ്മൾ പഠിക്കുകയോ പറയുകയോ. പക്ഷേ ഈ ടീച്ചർ പറയുന്നു, അതായത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഈശോ മാതൃകയാണ് എന്നുള്ള സത്യം പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനമായി ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ കയ്യടി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുകയോ വിമർശനം കേൾക്കുമ്പോൾ തളർന്നു പോവുകയും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി പറയുമ്പോഴത്തേക്കും ബലൂൺ കേൾക്കുന്നോ മനസ്സിലാക്കും. നിങ്ങളത് കേരളത്തിലുണ്ടാകുന്നത്. പക്ഷേ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയാലോ നമ്മളെ ആവിയായി വിഷമമാണ്, സഹിക്കാൻ സങ്കടമാണ്, കരച്ചിലാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒരുപോലെ പുകഴ്ത്തൽ ഇകഴ്ത്തൽ എല്ലാം ഒരുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന സത്യവും. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായി വാദിച്ചും തർക്കിച്ചും നമ്മുടെ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാനൊന്നും പോകും. ഈശോ പറഞ്ഞതിന്റെ സൂചന പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങളൊന്നും വാദിക്കുകയോ പ്രിപ്പയർ ചെയ്ത് പോകുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ഉചിതമായ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര് വലിയ ദൈവിക അനുഭവം. പഞ്ചതന്ത്ര കഥകളിൽ ഒരു കഥ, കഴുതയും കുതിരയും തമ്മിൽ ഭയങ്കര വഴക്കും, ഭയങ്കര അടിക്കും. കുതിര പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണ്, കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം മഞ്ഞയാണ്. കുന്തും തള്ളും ആർച്ച പൂച്ചയായി കഴിഞ്ഞപ്പോൾ സിംഹം സിംഹരാജാവ് ചോദിച്ചു. കുതിര പറഞ്ഞു ഇതാണ് വിഷയം. എല്ലാം ശ്രദ്ധിച്ചു കേട്ടിട്ട് രാജാവ് ഈ കുതിരയെ പിടിച്ച് ഒരു കൊല്ലം കഥകളിലാണ്. കുതിര ചോദിച്ചു, രാജാവ് എനിക്കറിയാം പച്ച, പിന്നെ കഥകൾ. അപ്പൊ രാജാവ് പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നീ കഴുതയോട് ഇതിന്റെ പേര് തർക്കിച്ചതിന്റെ പേര് പലപ്പോഴും എനിക്ക് കഥയിൽ നമ്മുടെ പല തർക്കങ്ങളും ഇതുപോലും. നമ്മൾ ഈ പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യര് എല്ലാത്തിനെയും കൂടി കലഹിച്ചും തർക്കിച്ചും വഴക്കൂടിക്കൊണ്ടും പരിശുദ്ധാത്മാവ്
അപരിചിതരെ കാണുമ്പോഴാണ് ഇല്ല, വീട്ടുകാരെ കാണുമ്പോൾ പട്ടി വരയ്ക്കുന്നു ഇല്ല, പട്ടി പാലാട്ടുകയും സ്നേഹിക്കുകയും ചിരിക്കാൻ അറിയാൻ മേലാത്തവരോട് പട്ടി ഒരു ഇടിയിൽ വെച്ച് നമ്മളെ സ്വീകരിക്കുന്നു. അതേസമയം അപരിചിതൻ നമ്മളെ ഒരിക്കലും മറ്റുള്ളവർ നമ്മളെ കാണുമ്പോഴേക്കും ഒരിക്കലും പ്രകടിപ്പിക്കുകയും നമുക്കെതിരായി സോഷ്യൽ മീഡിയയിൽ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചാൽ മതി? എന്താ വിചാരിക്കുന്നത്? അവിടെ നമ്മളൊന്നും അറിയുന്നത് അല്ലേ? അപരിചിതരോട് ഇവര് കലഹി, മൃഗങ്ങൾ കലഹിക്കുന്നത് പോലെയാണ് മനുഷ്യരിലേക്ക്. നമ്മളെ അറിയാത്ത മനുഷ്യർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ഭയങ്കരമായി ചീത്ത വിളിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോൺ ഞാൻ അബദ്ധത്തിലെത്തുന്നത്. അത് ഈ പറഞ്ഞതെല്ലാം ഞാൻ വീണ്ടും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ചേട്ടൻ എന്നെ എപ്പോഴും കണ്ടിട്ടുണ്ടോ? നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചേട്ടൻ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എന്നെയും അറിയാനില്ല. എന്റെ നിലപാടുകൾ എന്താണ് ചേട്ടൻ എപ്പോഴും അന്വേഷിക്കുന്നത്? എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ചേട്ടന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. അതായത് നമ്മളെ അറിയാത്ത മനുഷ്യര് നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്ന കാര്യം. നിങ്ങളും സോഷ്യൽ മീഡിയയിൽ അധികം അക്രമം കേൾക്കാത്തവരാണ്. സ്വിറ്റ്സർലൻഡിൽ വലിയ അക്രമങ്ങളില്ല. അങ്ങനെ അതിക്രമങ്ങൾ ഉണ്ടായാൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തളരാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ സംതൃപ്തിയുള്ളവരാണ്. ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത് പുസ്തകം പഠിച്ച് പരീക്ഷയിൽ ജയിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച പ്രവൃത്തിയല്ല. Rather, it is an experience of being led by the Holy Spirit. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഭക്തിയോടെ കണ്ടുനിന്ന് കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ള അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. വിജ്ഞാനദാതാവായ ഈശോയെ, സർവമഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ബലിവേദിക്കരികെ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായി ആൽഫ ദൈവശാസ്ത്ര വിദ്യാപീഠത്തെയും എല്ലാ അധ്യാപകരെയും ദൈവിക ജ്ഞാനം ഞങ്ങൾക്കായി പകർന്നേകിയ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം അങ്ങേ ദൈവിക കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർജിച്ചെടുത്ത ദൈവാനുഭവങ്ങളും ദൈവം നൽകിയ ജ്ഞാനവും അറിവും എല്ലാം മറ്റുള്ളവർക്കായി വ്യയം ചെയ്ത് സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരുവാൻ എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കണമേ എന്നും എല്ലാ വെല്ലുവിളികളെയും വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും കൂടി നേരിടുവാൻ അങ്ങേ കൃപകളാൽ നിറയ്ക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ തിരുസഭയിലും കേരള കത്തോലിക്ക സഭയിലും ഐക്യത്യാത്മാവിനെ സമൃദ്ധമായി ചൊരിയണമേ. ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും അകറ്റി സ്നേഹത്തിലും വിനയത്തിലും ക്ഷമയിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയിലെ മേലധികാരികൾക്കും വൈദികർക്കും സന്യസ്തർക്കും വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും നൽകണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും മാധ്യസ്ഥം വഴി കേരള കത്തോലിക്ക സഭ സത്യത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനദാതാവായ ഈശോയെ, അശാന്തിയും ഭിന്നിപ്പും യുദ്ധവും കൊണ്ട് മുറിവേറ്റിരിക്കുന്ന ഇന്നത്തെ ലോകത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രങ്ങളിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും പകയും പ്രതികാരവും നീക്കി ലോകത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷമുണ്ടാകുവാൻ ഇടയാക്കണമേ. കാരുണ്യവാനായ ഈശോയെ, യുദ്ധഭീതികളും കലഹങ്ങളും
അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി കൗദാശിക ജീവിതത്തിൽ നിന്നും അകന്നു ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ, ഈ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമുള്ള എല്ലാ രോഗികളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് ഓരോ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്നും അതുപോലെ തന്നെ മരിച്ച് പോയ എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കളെ അങ്ങയുടെ തിരുത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നിത്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും എല്ലാ കുടുംബങ്ങളും വളരുവാനും അങ്ങയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാകാനും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായെ, ആത്മദാനത്തിന്റെ ഈ ബലിവേദിയിൽ ഇന്ന് ഈ ബലി ഇവിടെ അർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പിതാവിനെയും ഇന്ന് ഈ ബലി ഞങ്ങൾക്കായി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തലശ്ശേരി അതിരൂപതാധ്യക്ഷന്മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്തയെയും യൂറോപ്യൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പുളത്ത് പിതാവിനെയും മറ്റ് സഹവൈദികരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുവാനും തങ്ങളുടെ അജഗണങ്ങളെ സ്വർഗീയ ജെറുസലത്തേക്ക് സുരക്ഷിതരായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്നും ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതിന്റെ പൂർണ്ണതയെ നിർവഹിക്കുവാൻ ആവശ്യമായ ആത്മീയ നന്മകളും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ
സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതികരമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. വിശ്വാസികളുമായ എല്ലാ ഭരണാധികാരികളെയും സത്യവിശ്വാസവും നൽകുകയും യോഗപരപ്പെടുകയാൽ മനസ്സിലാക്കുകയും വിശ്വാസപ്രയാൽ ഈ ബന്ധപ്പെട്ട സഹായം രക്ഷയും കാണാതെ കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാമരികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ സഹോദരരെ, വിശ്വാസത്തിൽ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടെ കൂടെ കടന്നുകൊള്ളുകയും അതിനെ പരീക്ഷിക്കുകയും ചെയ്യാം. ആദരവോടെ നിന്ന് വീക്ഷിക്കുകയും സർവ്വതരമായ പ്രദാനം ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമായ പ്രാർത്ഥനകൾ നടന്നു. കാണികൾ താഴ്ത്തി വിചാരണത്തോടെ ഉയർത്തി നിശബ്ദരായി യഥാർത്ഥത്തോടുകൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. സമാധാനത്തോടുകൂടെ Viva
അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനമായ ആഗ്രഹമായ ഈ ദാസർ ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത കൃതജ്ഞതാസ്തോത്രം ചെയ്ത വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങൾ ആസ്വദിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയും ആത്മപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ വ്യതിചലനമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും അങ്ങയുടെ സമാധാനവും ഞങ്ങൾക്ക്
കടങ്ങളുടെ പൂർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രിയപ്പെടുത്തിയുള്ള ആഗ്രഹവും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Yeah.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങയെ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ പ്രസാദപരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരനെ സമ്പ്രായത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും നിങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ തിരുവചനങ്ങൾ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും
നിരന്തരം